സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ നിയോജക മണ്ഡലം ഏരിയ കൺവെൻഷനുകൾ ഫെബ്രുവരി 15-നകം പൂർത്തീകരിക്കാനും ഫെബ്രുവരി 17-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച് 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന സമത്വ സന്ദേശ വാഹന ജാഥ നടത്താനും തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റ് വി രാജേന്ദ്രനോടൊപ്പം സംസ്ഥാന സെക്രട്ടറി ജനറൽ വി രമ, സംഘടനാ ജനറൽ സെക്രട്ടറി വിഷ്ണു വിരാജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഹെർമൻ, സോഷ്യലിസ്റ്റ് കിസാൻ ജനത സംസ്ഥാന പ്രസിഡന്റ് ഷാജി ജോർജ്, മധ്യമേഖലാ പ്രസിഡന്റ് സൈമൺ പുതുക്കുടി, കെ ജോണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങള് സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സംസ്ഥാന ഭാരവാഹികളാണ്. ഞാൻ സംസ്ഥാന പ്രസിഡന്റ് വി രാജേന്ദ്രൻ, നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ജനറലാണ് ശ്രീമതി വി രമ, സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ വിഷ്ണു വിരാജ്, പാർട്ടിയുടെ കിസാൻ ജനതയുടെ സോഷ്യലിസ്റ്റ് കിസാൻ ജനത സംസ്ഥാന പ്രസിഡന്റ് ഷാജി ജോർജ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഹെർമൻ, പാർട്ടിയുടെ മധ്യമേഖല പ്രസിഡന്റ് സൈമൺ പുതുക്കുടി, അതുപോലെ മീഡിയ സെന്ററിന്റെ സംസ്ഥാന കൺവീനർ ജോൺ എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ വിവാദമായി ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് സ്വാമി അയ്യപ്പൻ്റെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്നുയർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ശബരിമല. ആ ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണപ്പാളികളടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ അവിടെ നിന്ന് മോഷണം പോയിട്ടുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ എന്നും എത്താത്ത ഒരു സ്ഥിതിയിലാണ് ഇന്ന് ഇന്നിരിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണങ്ങൾ തുടക്കം വളരെ ഊർജ്ജമായിരുന്നുവെങ്കിലും പിന്നീട് അത് മറ്റുന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് വളരെ മന്ദഗതിയിൽ പോകുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഈ കേരളം മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടതു വലത് മുന്നണികളുടെ പല നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്ന് മാത്രവുമല്ല, കേരളത്തിലെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടൽമാണിക്യവും ഗുരുവായൂരും ഈ 5 ദേവസ്വം ബോർഡുകളിലായിട്ടുള്ള ഒരുപാട് സ്വത്തുകൾ, ഭക്തജനങ്ങൾ സംഭാവനയായി നൽകിയിട്ടുള്ള സ്വത്തുകൾ അനവധികളുണ്ട്. ഈ സ്വത്തുക്കളും സ്വർണം അടക്കമുള്ള അവ കാര്യമായി സംരക്ഷിക്കുക എന്നില്ല എന്ന് മാത്രമല്ല, അവയെ കൊള്ളയടിക്കുന്ന ഒരു പ്രവണത കൂടിയാണ് ഈ ശബരിമല വിഷയത്തിലൂടെ നമ്മൾ ഊന്നു നൽകേണ്ടത്. അത് മാത്രമല്ല, വളരെയധികം ഭൂമികൾ പോലും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഭൂമികൾ പലരുടെ കൈകളുമായിട്ട് കോടിക്കണക്കിന് ഏക്കർ ഭൂമികൾ പോയിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ തീർച്ചയായും വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. ആയതുകൊണ്ട് ഇത് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് ജനതാദൾ ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ ഇവിടെ സ്വർണ്ണവിനിമയവും സാമ്പത്തിക ഇടപാടുകളും ഒക്കെ നടന്നിട്ടുള്ളത് കൊണ്ട് മറ്റ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചുമതലപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതുപോലെ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള ക്ഷേത്ര ഭരണം സുരക്ഷ, ക്ഷേത്രത്തിന്റെ ഭരണം സുരക്ഷ ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തന്നെ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നമ്മുടെ കേരള ഗവർണർക്കും ഒരു നിവേദനം കൊടുക്കുവാനും ഞങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയുടെ ഇന്നലെ കൂടിയ സംസ്ഥാന നേതൃസമ്മേളനമാണ് ഇത്തരം പ്രമേയങ്ങൾ പാസാക്കിയത്. ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഫെബ്രുവരി മാസം 15-ാം തീയതിക്കകം എല്ലാ ജില്ലാ തലത്തിലും നിയോജകമണ്ഡല തലത്തിലും കൺവെൻഷനുകൾ, ഏരിയ തലത്തിലും കൺവെൻഷനുകൾക്ക് ശേഷം ഈ വരുന്ന ഫെബ്രുവരി മാസം 17-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ദിവസങ്ങളിൽ നമ്മൾ സമത്വ സന്ദേശ യാത്ര, ഒരു വാഹന ജാഥ നമ്മൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം സമാപിക്കുന്ന രീതി നടപ്പിലാക്കുകയാണ്. ഇതിലെല്ലാത്തിലും എല്ലാവരുടെയും സഹകരണം വേണം. ഇവിടെ പത്രമാധ്യമങ്ങളുടെ എല്ലാ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് CBI അന്വേഷണം, ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഉന്നതരുടെ ഗൂഢാലോചന അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള അന്വേഷണം, 2 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനകത്തുള്ള സാമ്പത്തിക ഇടപാടുകളും അതുപോലുള്ള കാര്യങ്ങൾ, ഈ ആവശ്യങ്ങൾ തന്നെയാണ് കൂടുതൽ പറയുന്നത്.